ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലെഹങ്കയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്കർട്ടും ടോപ്പും ആയിട്ടാണ് ചെയ്യുന്നത്. സ്കർട്ടിന് വേണ്ടിയിട്ട് ഞാൻ 2.5 മീറ്റർ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈനിങ് തുണിയും 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ടോപ്പിന് വേണ്ടിയിട്ട് 2 മീറ്റർ ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. സ്കർട്ടിന് താഴെ കര വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ 2 മീറ്റർ എടുത്തത്. ഇല്ലെങ്കിൽ ടോപ്പിന് 1.25 മീറ്റർ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു. അങ്ങനെ 4ആയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലാണ് ലെഹങ്ക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് എനിക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ച് സീം എലമെൻസും കൂടി ചേർത്ത് 22 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ പോയിന്റിൽ വെച്ചിട്ട് ഇനി ആംഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ചിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റ് യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് വിട്ട് ഞാനിവിടെ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആംഹോൾ കർവ് ഉപയോഗിച്ച് ഈ 2 പോയിന്റ് യോജിപ്പിച്ച് ഇതുപോലെ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റില്ലേ, അതും ഈ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ആംഹോൾ കർവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ കൊണ്ട് തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ വെച്ചിട്ട് ഇനി നമുക്ക് അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഞാനിവിടെ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അവിടെ നമുക്ക് 1.5 ഇഞ്ച് സീം എലമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഹിപ്പ് ലെങ്ത് ഞാനിവിടെ 19 ഇഞ്ചാണ് എടുക്കുന്നത്. 19 ഇഞ്ചാണ് ഇവിടെ ഹിപ്പ് ലെങ്ത് വരുന്നത്. ഇനി ആ പോയിന്റിൽ വെച്ചിട്ട് ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സീം എലമെൻസ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 1 ഇഞ്ച് മതി നമുക്കവിടെ, കാരണം നമുക്കവിടെ ഓപ്പൺ വരുന്നത് കൊണ്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് മതി. ഇനി നമുക്ക് ഈ 3 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത്രയും ഭാഗമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. കണ്ടോ, അവിടെ എനിക്കിവിടെ 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. അവിടെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ. നെക്ക് വിട്ട് ഞാനിവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ജസ്റ്റ് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കർവായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതും റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കും അതുപോലെ തന്നെ ബാക്ക് ആംഹോളുമാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റാം. മാറ്റിയ ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നെക്കും ആംഹോളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസ് ഒരുമിച്ച് ഇട്ട ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ ചെരിച്ചൊന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിനെ 2ആയിട്ട് ആദ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കി. ഇനി നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 12.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്ത് 13.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ 3.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ചെരിച്ചൊന്ന് ഷേപ്പായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈവണ്ണം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി 2 പീസ് മാത്രം ഇതുപോലെ പിടിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസുകൾ നല്ല തുണിയുടെ പുറത്തായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, സ്ലീവും അതുപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും 2 പീസുകളും കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കർട്ടാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത 2.5 മീറ്റർ ക്ലോത്തും ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ചുളിവ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കണം. അരയ്ക്ക് ചുറ്റും ടേപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കണം. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 34 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഞാൻ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 37 ഇഞ്ച് കിട്ടും. ഇനി നിങ്ങൾക്ക് 2 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്താലും മതി. ഞാനിവിടെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 37 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സീം അലവൻസ് മാർക്ക് ചെയ്യേണ്ട. സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഈ 9.25-നെ ഇതുപോലെ മുകളിൽ നിന്ന് അതിൻ്റെ പകുതി എത്രയാണോ അത് കറക്റ്റ് കോണായിട്ട് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ കറക്റ്റ് 9.25 എവിടെയാണ് കിട്ടുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒരുപോലെയാണോ കറക്റ്റായിട്ടാണോ കിട്ടിയെന്ന് നോക്കണം. ആ ഒരളവ് തന്നെ നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 2 സൈഡ് നമ്മൾ ടേപ്പ് വയ്ക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ അളവ് തന്നെ നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 3 പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ച് ഷേപ്പായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്കർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് സ്കർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? 37 ഇഞ്ചാണ് നിങ്ങൾക്ക് ലെങ്ത് വേണ്ടതെങ്കിൽ 35 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 2 ഇഞ്ചിൻ്റെ പടി മുകളിൽ വരുമ്പോൾ കറക്റ്റായിട്ട് ലെങ്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചും കൂടെ മൈനസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം 5 ഇഞ്ചിൻ്റെ പട്ട ഞാൻ താഴെ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ടേപ്പ് നീക്കി നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ക്ലോത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു സൈഡിൽ ഒരു പീസ് ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പീസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗമില്ലേ അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഇതുപോലെ ഒന്ന് പുറത്ത് വെച്ച് നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള പീസില്ലേ അത് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. ഏതുവരെയാണോ നമുക്ക് ഉള്ളത് അതുവരെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ പീസ് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച ശേഷം ഇത് നിവർത്തിയിട്ട് കറക്റ്റ് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ 1/2 ഇഞ്ച് കയറ്റി വെച്ചത് നമുക്ക് ഈ പീസുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീം എലമെൻസും കൂടെ ചേർത്താണ് കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇതേ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്യണം. ലൈനിങ് തുണി നമ്മൾ നേരത്തെ മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചത്. ഇനി കറക്റ്റ് ഈ ഒരു പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്യേണ്ട പീസ് കറക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ ഒരു പീസ് ഇതുപോലെ മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി നമ്മൾ എക്സ്ട്രാ വെക്കുന്ന പീസ് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് അത് നിവർത്തി വെച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് വേണം. അത് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ചും അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു 1/2 ഇഞ്ചെങ്കിലും വേണം.
അതനുസരിച്ച് എടുക്കണം. ഇതിപ്പോൾ ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3/4 ഇഞ്ച് ഞാൻ സീം അലവൻസ് എടുത്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് എടുത്താലും മതി. ഇനി ഇതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് വിട്ട് നേരത്തെ എടുത്തില്ലേ, ലൂസും കൂടെ ചേർത്ത് 37 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ നമ്മളിവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് എടുക്കണം. അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. നമ്മളത് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി ക്ലോത്ത്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ നല്ല സൈഡ് ലൈനിങ് തുണിയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ എക്സ്ട്രാ വേണ്ടാത്ത ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ നല്ല സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം. എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ പുറത്തുകൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസിലും കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 2 പീസിലും നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പീസിൻ്റെയും നല്ല സൈഡുകൾ ഇതുപോലെ ചേർത്തിടാം. ചേർത്തിട്ട ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ് തുണി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിങ് തുണി കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല തുണിയായിട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അത് ബാക്കിലോട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടും. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് ഈ സ്ലീവിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ച ശേഷം ഈ ലൈനിങ് തുണിയുടെ പുറത്തു കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസിലും അതുപോലെ തന്നെ ഇതൊന്ന് നിവർത്തി വെച്ച് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇത് ബാക്കിലോട്ട് ഇതുപോലെ ലൈനിങ് തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് കയറ്റി ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് 2 പീസും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം മറു സൈഡ് ഇതുപോലെ കണ്ടോ 2 സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഈ സ്ലീവിൻ്റെ സെൻറ്റർ കറക്റ്റ് ആ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് വെക്കണം. 2ൻ്റെയും നല്ല സൈഡുകളാണ് ചേർത്ത് വെക്കേണ്ടത്. വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 സൈഡിലും സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡുകൾ ആദ്യം നമുക്ക് ചേർത്തിടാം. കറക്റ്റായിട്ട് 2 സൈഡും ചേർന്ന് കിടക്കുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നിന്നും എത്രയാണ് ഓപ്പൺ കൊടുക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നമുക്ക് 2.5 ഇഞ്ചാണ് ഞാൻ ഓപ്പണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് മതി നമുക്കവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മുകളിൽ നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അത് മാർക്ക് ചെയ്ത് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ നമുക്ക് മറു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്രയാണോ നമ്മൾ എടുത്തത് അതുപോലെ തന്നെ നമുക്ക് മറു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2.5 ഇഞ്ചാണ് ഞാൻ ഓപ്പണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ഇഞ്ച് നമ്മളവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അതുവരെ നിർത്തണം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ആ സ്ലിറ്റ് വരുന്ന ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ സ്റ്റിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അത് കഴിഞ്ഞ് മറു സൈഡും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒറ്റ സ്റ്റെപ്പിന് തന്നെ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അത് മറു സൈഡിലോട്ട് വന്നിട്ട് മറു സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അത്രയും മാത്രം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗം നിങ്ങൾക്ക് കുറച്ചും കൂടി വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഞാനിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ വലിയ കുട്ടികൾക്കുള്ളതായതുകൊണ്ടാണ് ഓപ്പൺ ഞാൻ കൊടുക്കാത്തത്. ഇനി ബാക്കിൽ കെട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് സ്കർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തല്ലോ, അതാദ്യം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മറു സൈഡിലും ഇതുപോലെ നല്ല സൈഡുകൾ 2 പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് നിവർത്തി വെച്ച് ഒന്ന് പതിച്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് സ്കർട്ടിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 2 പീസിനെ ഞാൻ ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്തെടുത്തതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്, ക്രോസ് ആയിട്ടൊന്നും അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. 1 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടെ ചേർത്ത് 6 ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്. ലെങ്ത് നമ്മുടെ സ്കർട്ടിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ ലെങ്ത് ഉള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ടേപ്പ് വെച്ച് ഫുള്ളായിട്ടൊന്ന് അളന്നെടുക്കണം. അത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ ഞാൻ ലൈനിങ് തുണിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് ഇതിൻ്റെ നല്ല സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരിക് രണ്ടിൻ്റെയും ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് തന്നെ ചേർത്ത് വെച്ച് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നിവർത്തി വെക്കണം. നിവർത്തി വെച്ചിട്ടൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ ഈ തയ്യൽ തുമ്പില്ലേ അത് ഈ ലൈനിങ് തുണിയുടെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലൈനിങ് തുണിയുടെ അരികിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ് തുണിയുടെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ഈ ലൈനിങ് തുണി ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് വിട്ടിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ നല്ല തുണിയും ലൈനിങ് തുണിയും ഒരേ അളവിൽ തന്നെ നമുക്ക് വേണം. കാരണം 2 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് രണ്ടും സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് സ്കർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ 2 പീസിൻ്റെയും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്കർട്ടിൻ്റെ ചീത്ത സൈഡിലായിട്ടാണ് നമ്മൾ ഈ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ നല്ല സൈഡ് ഈ സ്കർട്ടിൻ്റെ ചീത്ത സൈഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വയ്ക്കണം. കണ്ടോ അപ്പോൾ ലൈനിങ് തുണിയാണ് ഈ സ്കർട്ടുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ അരികുകൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ അരിക് ജസ്റ്റ് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കൊടുക്കണം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ നല്ല സൈഡ് എടുക്കണം. സ്കർട്ടിൻ്റെ നല്ല സൈഡ് എടുത്തിട്ട് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഈ നല്ല തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അരിക് ഉള്ളിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് അവിടെ ഉണ്ട്, അതിൻ്റെ പുറത്തായിട്ട് തന്നെ ഈ പീസ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒന്ന് ഇതുപോലെ കൈകൊണ്ട് തേച്ച് ചുളിവോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഒന്ന് തേച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട്
ഇതിൻ്റെ മറു സൈഡും ഈ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് മുകളിൽ നിന്ന് ഒരു 4-5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയും ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അയൺ കൂടെ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലൈനിങ് തുണിയും ഇതേപോലെ തന്നെ നമ്മൾ സ്കർട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഞാൻ ലൈനിങ് തുണിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമില്ലേ, അത് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കണം. ഇതിപ്പോൾ സ്കർട്ടിൻ്റെ നല്ല സൈഡ് ഈ ലൈനിങ് തുണിയുടെ നല്ല സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കണം. വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും മറു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഈ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് ലൈനിങ് തുണി കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ കടത്തിയെടുക്കാം. കണ്ടോ, കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ ഒരു ഭാഗം ഒന്ന് പുറത്തുകൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ലൈനിങ് തുണിയും നല്ല തുണിയും ഇതുപോലെ ചേർത്ത് വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ് തുണിയും നല്ല തുണിയും ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ പടി വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ പീസ് എടുക്കാം. അപ്പോൾ ഈ സ്കർട്ടിൻ്റെ ചീത്ത സൈഡിലായിട്ട് ഈ പടിയുടെ നല്ല സൈഡ് ചേർത്ത് വരുന്ന രീതിയിലാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്കിതുപോലെ രണ്ടിൻ്റെയും സൈഡുകൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പീസില്ലേ, അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നമ്മൾ ആ ഓപ്പൺ കൊടുത്തില്ലേ, ആ ഒരു ഭാഗമായിട്ട് കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെയാണ് മറു സൈഡിലും കറക്റ്റായിട്ട് ആ താഴത്തെ ആ ഒരു ലെവൽ വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പീസ് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ചീത്ത സൈഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ പീസ് ഫ്രണ്ടിലോട്ട് നല്ല സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗമില്ലേ, അവിടെ തന്നെ ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ സ്കർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കെട്ടും കൂടെ കടത്തിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു കെട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ കടത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെഹങ്കയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ.